Hi students, welcome to A Dream Classroom. So today we are going to discuss the last unit of the last block of the paper BPCG 172, that is Youth, Gender and Identity. അപ്പോൾ ബ്ലോക്ക് 4-ലെ യൂണിറ്റ് 9, ഓക്കെ, ഈ ഒരു പേപ്പറിലെ ഏറ്റവും ലാസ്റ്റ് ബ്ലോക്കാണ്. അതാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. സോ എന്താണ് യൂണിറ്റിൻ്റെ പേര് വരുന്നത്? ചലഞ്ചസ് റിലേറ്റഡ് ടു വർക്ക് ലൈഫ് ബാലൻസ്, ഇക്വിറ്റി ആൻഡ് ഇക്വാലിറ്റി. സോ ഇതാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര് പറയുന്നത് കേട്ടോ. സോ ഈ ഒരു പേര് പറയുന്നത് പോലെ തന്നെ നമ്മുടെ വർക്കും നമ്മുടെ ഡെയിലി ലൈഫും അല്ലേ, വർക്ക് ലൈഫും ഉണ്ട്, അതേപോലെ നമ്മുടെ ഓർഡിനറി ലൈഫുണ്ട് അല്ലെങ്കിൽ കോമൺ ലൈഫുണ്ട്. ഇതിൻ്റെ ഒരു ബാലൻസ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിലൂടെ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, സോ ഇന്നത്തെ ഈ ഒരു സമൂഹത്തിൽ ഇപ്പോൾ ഇത് പഠിക്കേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ടതിൻ്റെ എയിം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, in this world or fast changing world, people perform multiple roles simultaneously അല്ലേ, at a time multiple റോൾസും മൾട്ടിപ്പിൾ ടാസ്കുകളാണ് ആളുകൾ ചെയ്യുന്നത്. സോ എ പേഴ്സൺ മേ ബി ആൻ എംപ്ലോയി, പാരൻറ്റ്, സ്പൗസ്, സ്റ്റുഡൻറ്റ്, കെയർ ഗീവർ ആൻഡ് കമ്മ്യൂണിറ്റി മെമ്പർ അറ്റ് ദ സെയിം ടൈം അല്ലേ. ഒരേ സമയത്ത് ഇവരെല്ലാമാണ് ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ഫ്രീഡം അറ്റ് ദ മിഡ് നൈറ്റ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ഉണ്ടല്ലോ മലയാളത്തിൽ. അതിൽ ദാസ് ഞാൻ ഈ വീട്ടിലെ എല്ലാമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അനുപമ മോഹൻ പറയുന്നുണ്ടല്ലോ. മോഹൻ, ഐ തിങ്ക് അനുപമ ഇസ് ദാറ്റ് ആക്ട്രസ്. ഓക്കെ, സോ ഞാൻ പ്ലംബർ, ഡോക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നുണ്ടല്ലോ. സോ ആ ഒരു എന്താ പറയണ്ടേ, അത് വിമനെ ഒബ്ജക്റ്റിഫൈ ചെയ്ത് പറയുന്ന ഒരു കൈൻഡ് ഓഫ് സാധനമാണ്. പക്ഷെ അത് ഇവിടെ പറയുന്നത് എല്ലാ ജെൻഡറിൻ്റെയും കാര്യമാണ് കേട്ടോ, നോട്ട് ദ വിമൻ ഓൺലി ബട്ട് എവരി ജെൻഡർ. ഓക്കെ, സോ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഒരു പേഴ്സൺ അറ്റ് എ ടൈമിൽ അല്ലേ, എന്താണ് ആ പേഴ്സൺ ഒരു എംപ്ലോയി ആണ്, ഒരു പാരൻ്റ് ആവാം, ഒരു സ്പൗസ് അല്ലെ, സ്റ്റുഡൻ്റ് ആവാം, കെയർ ഗീവർ ആവാം, എല്ലാം ആവാം. സോ ഈച്ച് റോൾ ക്യാരീസ് ഡിഫറെൻറ്റ് റെസ്പോൺസിബിലിറ്റി ആൻഡ് എക്സ്പെക്റ്റേഷൻസ്. അപ്പോൾ എല്ലാ റോൾസിനും അതിൻ്റേതായ എക്സ്പെക്റ്റേഷൻസും അല്ലേ, അതിൻ്റേതായ റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. സോ മാനേജിങ് ഓൾ ദീസ് റെസ്പോൺസിബിലിറ്റീസ് എഫക്റ്റീവ്ലി ഹാസ് ബിക്കം ഇൻക്രീസിംഗ്ലി ഡിഫിക്കൾട്ട് ബിക്കോസ് ഓഫ് ലോങ് വർക്കിംഗ് അവേഴ്സ്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്, കോമ്പറ്റീഷൻ, ഗ്ലോബലൈസേഷൻ, ഫിനാൻഷ്യൽ പ്രഷേഴ്സ് ആൻഡ് ചേഞ്ചിങ് ഫാമിലി സ്ട്രക്ചേഴ്സ്. ഈ കാരണങ്ങളൊക്കെ കൊണ്ടെല്ലാം എന്താണ് അല്ലേ, ഈ റെസ്പോൺസിബിലിറ്റി എഫക്റ്റീവായിട്ട് കൊണ്ടു നടക്കണം എന്നുള്ള ഒരു കാര്യം അല്ലേ, എന്താണ് ഇൻക്രീസിംഗ്ലി ഡിഫിക്കൾട്ട് ആവുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ആസ് എ റിസൾട്ട് മെനി പീപ്പിൾ സ്ട്രഗിൾ ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ബാലൻസ് ബിറ്റ്വീൻ ദെയർ പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ലൈഫ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ടായിട്ടാണ് പല ആളുകളും സ്ട്രഗിൾ ചെയ്യുന്നത്. പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും തമ്മിൽ ഒരു ബാലൻസായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. സോ ദാറ്റ് ഈസ് അവർ യൂണിറ്റ്, ആൻ ഇൻട്രൊഡക്ഷൻ ഫോർ അവർ യൂണിറ്റ് എന്ന് പറയാനുള്ളത്. സോ എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞത്, ആസ് യു ക്യാൻ സീ ഇൻ ദിസ് PPT, ഇൻട്രൊഡക്ഷൻ. Work and personal life are two important aspects of human life. Balancing both leads to better health, happiness and productivity. Modern work demands technology and changing lifestyle make balancing difficult. Then a healthy work-life balance benefits individuals, families, organizations and society. അപ്പോൾ ഹെൽത്തി വർക്ക് ലൈഫ് ബാലൻസിൻ്റെ അല്ലേ, വർക്കും ലൈഫും ഹെൽത്തിയർ ആയിട്ട് കൊണ്ടുപോകുന്ന ആ ഒരു ബാലൻസ് ബെനിഫിറ്റ് ചെയ്യുന്നത് ആ ഒരു പേഴ്സണെ മാത്രമല്ല, ഇറ്റ്സ് ഓൾസോ ബെനിഫിറ്റിംഗ് ഫോർ എന്താണ് ഫാമിലീസ്, ഓർഗനൈസേഷൻസ് ആൻഡ് സൊസൈറ്റി. എല്ലാവർക്കും ഇതിൻ്റെതായ ഒരു ബെനിഫിറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി എന്താണ് വർക്ക് ലൈഫ് ബാലൻസ് എന്നാണ് പറയുന്നത്. സോ വർക്കും ലൈഫും തമ്മിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക. ആസ് എ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ആസ് ആൻ അഡൾട്ട് നമുക്കറിയാം എന്താണ് അതിൻ്റെ കോൺസെപ്റ്റ് എന്ന്. വി ഹാവ് ഓൾറെഡി നോ ദാറ്റ് അല്ലേ. സോ ഇറ്റ് ഹാസ് therefore become an important topic in psychology, human resource management and sociology. A good balance helps individual remain physically healthy, mentally satisfied, emotionally stable and socially connected. So along with work-life balance, the concepts of equity and equality are also important because they ensure fairness, equal opportunities and inclusion in workplace and in society.
നമ്മൾ പറഞ്ഞു വരും കേട്ടോ. ഇനി നോക്കാം എന്താണ് കോൺസെപ്റ്റ് ഓഫ് വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളത്. സോ വർക്ക് ലൈഫ് ബാലൻസിൻ്റെ ഒരു ഡെഫിനിഷൻ യു ക്യാൻ സീ ഹിയർ. വർക്ക് ലൈഫ് ബാലൻസ് ഇസ് ദ എബിലിറ്റി ടു മാനേജ് വർക്ക് റെസ്പോൺസിബിലിറ്റി ആൻഡ് പേഴ്സണൽ ലൈഫ്. നമുക്ക് ആ ഒരു ടേം പറയുന്നത് പോലെ തന്നെ അല്ലേ, വർക്ക് ലൈഫും നമ്മുടെ പേഴ്സണൽ ലൈഫും അല്ലേ രണ്ടിൻ്റെയും റെസ്പോൺസിബിലിറ്റീസ് ഈക്വലി കൊണ്ടുപോകാൻ അല്ലെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റി, ഒരു പേഴ്സൻ്റെ എബിലിറ്റീനെയാണ് നമ്മൾ എന്ത് പറയുക അല്ലെ, അത് എഫക്റ്റീവ്ലി മാനേജ് ചെയ്യണം വിത്തൗട്ട് വൺ അഫക്റ്റിംഗ് ദ അതർ അല്ലെ. ഒന്നിനെ പേഴ്സണൽ ലൈഫിനെ വർക്ക് ലൈഫ് അഫക്റ്റ് ചെയ്യരുത്, വർക്ക് ലൈഫിനെ പേഴ്സണൽ ലൈഫും അഫക്റ്റ് ചെയ്യരുത് അല്ലെ, വൈസ് വേഴ്സയാണ്. നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യാതെ നല്ല ബാലൻസ്ഡ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ ഉള്ള ആ ഒരു ബാലൻസിനെയാണ് നമ്മൾ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ കീ പോയിന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? വിച്ച് ആർ ദ കീ പോയിന്റ്സ്? ബാലൻസ് ബിറ്റ്വീൻ വർക്ക് ആൻഡ് ഫാമിലി. പേഴ്സണൽ ലൈഫ് എന്ന് പറയുമ്പോൾ അല്ലേ ഇൻഡിവിജ്വൽ ഫാമിലി ഉണ്ടാവും അല്ലേ, അവരുടേതായ കുറേ കാര്യങ്ങളുണ്ടാവും. സോ balance between work and family. Then effective time management, that is one of the important points എന്ന് പറയുമ്പോൾ എന്താണ് എഫക്റ്റീവ് ടൈം. രണ്ട് സ്ഥലത്തും എഫക്റ്റീവ്ലി ടൈം കൊണ്ടുപോകാൻ കഴിയണം. അല്ലാതെ ഒരു വർക്ക് ലൈഫിന് കുറേ ടൈം മാറ്റി വയ്ക്കുക, പേഴ്സണൽ ലൈഫ് കുറച്ച്, അങ്ങനെയല്ല. രണ്ടിൻ്റേതായ രീതിക്കുള്ള ടൈം മാനേജ്മെൻറ്റ് നമുക്ക് വേണം. ദെൻ റെഡ്യൂസസ് സ്ട്രെസ് അല്ലേ, അതിനെ ഈ ഒരു വർക്ക് ലൈഫ് എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ലൈഫ് ബാലൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബാലൻസ് ഉണ്ടെങ്കിലേ നമുക്ക് സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഇറ്റ് ഓൾസോ ഇംപ്രൂവ്സ് ക്വാളിറ്റി ഓഫ് ലൈഫ്. അപ്പോൾ അങ്ങനെ ഒരു ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, വി ക്യാൻ ലിവ് ഇൻ എ ബെറ്റർ ലൈഫ് എന്ന് പറയാം, അല്ലെങ്കിൽ ബെറ്റർ അവർ ക്വാളിറ്റി ഓഫ് ലൈഫ് അതാണ് അവിടെ കാണിക്കുന്നത്. സോ it does not mean spending an equal number of hours on work and family every day. അപ്പം ഈ ബാലൻസ് എന്ന് പറയുമ്പോൾ ഒരേ സമയം രണ്ടിലും ചെലവഴിക്കുക എന്നതല്ല. ഓക്കെ, പകരം എന്താണ്, ഇറ്റ് മീൻസ് ഗിവിങ് അപ്രോപ്രിയേറ്റ് അറ്റൻഷൻ ടു ഈച്ച് ആസ്പെക്ട്സ് ഓഫ് ലൈഫ് അക്കോർഡിംഗ് ടു വൺസ് നീഡ് ആൻഡ് പ്രയോറിറ്റീസ്. അപ്പോൾ ഓരോരുത്തരുടെയും നീഡ്സും പ്രയോറിറ്റീസും ഡിഫറെൻ്റ് ആയിരിക്കും. അതനുസരിച്ച് അപ്രോപ്രിയേറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു ബാലൻസിൻ്റെ അർത്ഥം. സോ എ പേഴ്സൺ ഹു ഹാസ് എ ഹെൽത്തി വർക്ക് ലൈഫ് balance is able to fulfill professional duties while also maintaining physical health, mental well-being, family relationships, social interactions and personal interest. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ ലൈഫ് ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദിസ് എന്നാണ് പറയുന്നത് കേട്ടോ. ആൻഡ് വർക്ക് ലൈഫ് ബാലൻസ് ഇസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ബിക്കോസ് എവറി പേഴ്സൺ ഹാസ് യൂണിക് റെസ്പോൺസിബിലിറ്റി, ഗോൾസ് ആൻഡ് ലൈഫ് സർക്കംസ്റ്റൻസസ്. അപ്പോൾ ഇത് പേഴ്സൺ ടു പേഴ്സൺ എന്താണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ, ബിക്കോസ് എവറി വൺ ഇസ് ഡിഫറെൻറ്റ് ആൻഡ് എവറി വൺസ് പെർസ്പെക്റ്റീവ് വിൽ ബി ഡിഫറെൻറ്റ്. അപ്പോൾ അത് അതിനനുസരിച്ച് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും എന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ വർക്ക് ലൈഫിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറയാം, എന്നിട്ട് നമുക്കതിൻ്റെ മോഡൽസിലേക്ക് വരാം. ഇമ്പോർട്ടൻസ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. എന്താണ്, വർക്ക് ലൈഫ് ബാലൻസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ബെനിഫിറ്റ്സ് ഇൻഡിവിജ്വൽ, ഫാമിലി അല്ലേ, ഓർഗനൈസേഷൻസ് ആൻഡ് സൊസൈറ്റി. ഫോർ ഇൻഡിവിജ്വലിനെ അതെങ്ങനെയാണ് ബെനിഫിറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഇംപ്രൂവ്സ് ഫിസിക്കൽ ഹെൽത്ത് ബൈ റെഡ്യൂസിങ് സ്ട്രെസ് റിലേറ്റഡ് ഇൽനെസ് ആൻഡ് എൻകറേജിങ് ഹെൽത്തി ഹാബിറ്റ്സ് അല്ലേ. Then it also improves mental health by reducing anxiety, depression and emotional exhaustion. പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ ഒരു ഇമോഷണൽ ബാലൻസും കൂടിയാണ് ഇത് എന്നാണ് പറയുന്നത്. ഫാമിലീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് സ്ട്രോങ്ങർ ആയിട്ടുള്ള റിലേഷൻഷിപ്സ് കൊണ്ടുപോകാനും ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാനും ഇമോഷണൽ സപ്പോർട്ടിനും അല്ലേ ക്വാളിറ്റി ടൈം ഒരുമിച്ച് ക്വാളിറ്റി ടൈം ടുഗദർ ആയിട്ട് നിൽക്കാനൊക്കെയാണ് എന്ത് സഹായിക്കുക ഈ ഒരു ഫാമിലിയിൽ വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ട് ഉണ്ടാകുന്നത്. ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം എന്താ അത് എംപ്ലോയീസ് ആണ് അല്ലേ, അതായത് ഗുഡ് ആയിട്ടുള്ള വർക്ക് ലൈഫ് ബാലൻസ് ഉള്ള ആൾക്കാർ ആ ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുമ്പോൾ എന്താണ് കുറച്ചും കൂടി നല്ല പ്രൊഡക്റ്റീവ് ആയിരിക്കും, മോട്ടിവേറ്റഡ് ആയിരിക്കും, കമ്മിറ്റഡ് ആൻഡ് ക്രിയേറ്റീവ് ആയിരിക്കും അല്ലേ. അപ്പോൾ ബെറ്റർ ജോബ് പെർഫോമൻസ് അവർ എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. ലോവർ ആയിട്ടുള്ള അബ്സെൻറ്റീസമാണ് കാണിക്കുക, ടേൺ ഓവർ ഒക്കെ റെഡ്യൂസ് ചെയ്യും, ബെറ്റർ ജോബ് പെർഫോമൻസ് കാണിക്കും അല്ലേ. ദെൻ ഓർഗനൈസേഷൻസ് ഓൾസോ സേവ് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് എംപ്ലോയീസ് ബേൺ ഔട്ട് ആൻഡ് റിക്രൂട്ട്മെൻറ്റ്. അപ്പോൾ അതും വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് ഏതിൽ ഓർഗനൈസേഷൻസിൽ. സോഷ്യൽ ലെവൽ അല്ലെങ്കിൽ സൊസൈറ്റൽ ലെവലിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് വർക്ക് ലൈഫ് ബാലൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒരു ഹെൽത്തിയർ കമ്മ്യൂണിറ്റീസിനെയാണ് അല്ലേ. ദെൻ സ്ട്രോങ്ങർ ഫാമിലി എല്ലാം ഇൻക്ലൂഡഡ് ആണല്ലോ സൊസൈറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ ഇൻക്രീസ്ഡ് എക്കണോമിക് പ്രൊഡക്ടിവിറ്റി ആൻഡ് ഇംപ്രൂവ്ഡ് സോഷ്യൽ വെൽബീയിങ് എന്നും പറയുന്നുണ്ട് കേട്ടോ.
സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇമ്പോർട്ടൻസ് ഓഫ് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത്. ഇനി വർക്ക് ലൈഫ് ബാലൻസിനെ കുറച്ച് മോഡൽസ് പരിചയപ്പെടും. മോഡൽസ് തന്നിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. പേജ് നമ്പർ 170 ഒക്കെ ആയിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. സോ അതിന് മുന്നേ 168 പേജ് നമ്പർ 168 ഹഡ്സൺ എന്ന് പറയുന്ന ഒരാൾ അല്ലേ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് വർക്ക് ലൈഫ് ബാലൻസിനെ. എന്താണ്? ഇറ്റ് ആസ് എ സാറ്റിസ്ഫാക്ടറി ലെവൽ ഓഫ് ഇൻവോൾവ്മെൻറ്റ് ഓർ ഫിറ്റായി നിൽക്കുക. ഇൻവോൾവ്മെൻറ്റ് ഓർ ഫിറ്റ് ബിറ്റ്വീൻ ദ മൾട്ടിപ്പിൾ റോൾസ് ഇൻ എ പേഴ്സൺസ് ലൈഫ് എന്നുള്ളതാണ് അവിടെ വർക്ക് ലൈഫ് ബാലൻസിനെ ഹഡ്സൺ എന്ത് ചെയ്തിട്ടുള്ള ഡിഫൈൻ ചെയ്തിട്ടുള്ളത് 2005. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ അവിടെ കുറച്ച് പോയിൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ചലഞ്ചസ് എന്നുള്ളതൊക്കെ, അതൊക്കെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് വർക്ക് ലൈഫ് ബാലൻസിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചേഞ്ചിങ് സോഷ്യൽ സയൻസ് ഉണ്ട്, ദെൻ ചേഞ്ചിങ് വർക്ക് കൾച്ചർ, ഇൻക്രീസ്ഡ് വർക്ക് ടൈം, ഡുവൽ ഇൻകം ഫാമിലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സിംഗ് ആൻഡ് ഖാന 2011 വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ സിംഗ് ആൻഡ് ഖാന അവർ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് റീസൺസ് ആണ് താഴെ. അപ്പോൾ ഞാൻ ഈ ചേഞ്ചിങ് സോഷ്യൽ സീൻസ് എന്നൊക്കെ പറഞ്ഞില്ലേ, അത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. പിന്നെ ദർ ഈസ് എ ഫിഗർ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ഗ്ലോബലൈസേഷൻ ആൻഡ് ചേഞ്ചിങ് വർക്ക് ഫോഴ്സ് പ്രൊഫൈൽ, അതായത് ഇൻക്രീസിങ് പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൻ ഇൻ വർക്ക് ഫോഴ്സ്, മൾട്ടിനാഷണൽ കമ്പനീസ് വിത്ത് ഡിഫറൻഷ്യൽ ആൻഡ് എക്സ്റ്റെൻഡഡ് വർക്കിംഗ് ഹവേഴ്സ്, ഡീറെഗുലേഷൻ ഓഫ് ലേബർ ഷോർട്ടേജ് ഒക്കെ എന്താണ് ഈ കൈൻഡ് ഓഫ് ഗ്ലോബലൈസേഷനിൽ ഉണ്ടാകുന്ന ഒരു കൈൻഡ് ഓഫ് വർക്ക് ലൈഫ് ബാലൻസിൻ്റെ എഫക്റ്റാണ്. പിന്നെ ഫാമിലിയിലും സോഷ്യോ ഡെമോക്രാറ്റിക്കിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ഫിഗർ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു പോയതാണ് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, മോഡൽസ് നോക്കാം. മോഡൽസ് ഓഫ് വർക്ക് ലൈഫ് ബാലൻസ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോഡൽസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് തിയറീസ് ആണ്. ഡിഫറെൻറ്റ് തിയറീസ് ആൻഡ് മോഡൽസ് ഹാവ് ബീൻ ഫോർവേഡഡ് ടു എക്സ്പ്ലെയിൻ വർക്ക് ലൈഫ് ബാലൻസ്. ഓക്കെ, അതായത് വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും പലതരത്തിലുള്ള തിയറീസും ആൻഡ് ഓൾസോ പലതരത്തിലുള്ള മോഡൽസും ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. സോ ആ ഒരു മേജറായിട്ടുള്ള മോഡൽസാണ് ഇപ്പം നിങ്ങൾക്ക് PPT കാണാം. എന്താണ്? ഒന്നാമത്തെ മോഡലാണ് സ്പിൽ ഓവർ മോഡൽ, സെക്കൻഡ് വൺ ഈസ് കോമ്പൻസേഷൻ മോഡൽ, ദെൻ സെഗ്മെൻറ്റേഷൻ മോഡൽ, ദെൻ ഇൻസ്ട്രുമെൻ്റൽ മോഡൽ, ലാസ്റ്റ് ബോർഡർ തിയറി. ഓക്കെ, അപ്പോൾ 4 മോഡലും ഒരു തിയറിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. സോ ഈ മോഡൽസൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തിനെയാണ്? ഹൗ വർക്ക് ആൻഡ് പേഴ്സണൽ ലൈഫ് ഇൻഫ്ലുവൻസ് ഈച്ച് അതർ. രണ്ടും എങ്ങനെയാണ് അല്ലേ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സോ യു ക്യാൻ സീ അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളത് അല്ലേ. നമ്മളൊരു ത്രാസിൽ വെക്കുമ്പോൾ ഈക്വലി നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പം അതിനെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കാം ഇനി എന്താണ് സ്പിൽ ഓവർ മോഡൽ എന്ന് നമുക്ക് നോക്കാം. ഈ സ്പിൽ ഓവർ മോഡൽ ഹൈപ്പോത്തിസൈസസ് ദാറ്റ് ദർ ഇസ് എ സ്പിൽ ഓവർ ഫ്രം വൺ വേൾഡ് അല്ലേ, ദാറ്റ് ഈസ് വർക്ക് ടു ദ അതർ വേൾഡ്, ഫാമിലി ആൻഡ് വൈസ് വേഴ്സ എന്നുള്ളത്. അതായത് എക്സ്പീരിയൻസസ് ഇൻ വൺ ഏരിയ ഓഫ് ലൈഫ് ഇൻഫ്ലുവൻസ് അനദർ എന്നുള്ളത്. അപ്പോൾ ഈ സൈക്കോളജിസ്റ്റുകളും അതുപോലെ ഓർഗനൈസേഷണൽ റിസർച്ചേഴ്സ് അവരൊക്കെയാണ് എന്തത് ഇത്തരത്തിലുള്ള സെവറൽ മോഡൽസ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ആ വർക്കും പേഴ്സണൽ ലൈഫും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയാൻ വേണ്ടിയിട്ടാണ്. സോ ഈച്ച് മോഡൽ പ്രൊവൈഡ്സ് എ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ഓൺ ഹൗ വർക്ക് ആൻഡ് ഫാമിലി ഇൻഫ്ലുവൻസ് ഈച്ച് അതർ എന്നുള്ളതാണ്. സോ അതിൽ ഈ സ്പിൽ ഓവർ മോഡലിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സ്പിൽ ഓവർ മോഡലാണ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ആൻഡ് മോസ്റ്റ് വൈഡ്ലി ആക്സെപ്റ്റഡ് തിയറീസ് ഓഫ് വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളത് കേട്ടോ. ആൻഡ് ഈ ഒരു മോഡൽ പ്രകാരം എക്സ്പീരിയൻസസ് ഇൻ വൺ ഏരിയ ഓഫ് ലൈഫ് നാച്ചുറലി സ്പിൽ ഓവർ അല്ലേ. അതായത് ഒരു എന്താ പറയണ്ടേ, നമുക്ക് നമ്മുടെ ലൈഫിലെ ഒരു ഏരിയയിലുള്ള എക്സ്പീരിയൻസ് ഓട്ടോമാറ്റിക്കലി അല്ലേ സ്പിൽ ഓവർ ചെയ്യും എന്ന് വെച്ചാൽ പ്രതിധ്വനിക്കും അല്ലെങ്കിൽ സ്പിൽ ചെയ്യും ഇൻ ടു അനദർ ഏരിയ എന്നുള്ളതാണ്. സോ ഈ ഒരു സ്പിൽ ഓവർ ക്യാൻ ബി എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്, രണ്ട് തരത്തിലാക്കാം അല്ലേ. നെഗറ്റീവ് സ്പിൽ ഓവറും ഉണ്ട്, പോസിറ്റീവ് സ്പിൽ ഓവറും ഉണ്ട്. പോസിറ്റീവ് സ്പിൽ ഓവർ എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് സാറ്റിസ്ഫാക്ഷനും അതുപോലെ തന്നെ പോസിറ്റീവ് ഇമോഷൻസ് അതൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലേ വർക്കിൽ എക്സ്പീരിയൻസ് ആകുമ്പോഴാണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണൽ ലൈഫ് എന്താകുന്നത്, ഇമ്പ്രൂവ് ചെയ്യുന്നത്.
ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറയാം നമുക്ക്, എംപ്ലോയി ഹു റിസീവ്സ് അപ്രിസിയേഷൻ ഓർ എ പ്രൊമോഷൻ അറ്റ് വർക്ക് മേ റിട്ടേൺ ഹോം ഫീലിംഗ് ഹാപ്പി ആൻഡ് ഷെയർ ദാറ്റ് പോസിറ്റീവ് മൂഡ്സ് വിത്ത് ഫാമിലി മെമ്പേഴ്സ്. അല്ലേ, അപ്പം നന്നായിട്ട് ജോലി എടുക്കുന്ന അല്ലേ ഒരു പേഴ്സൺ എന്താണ് വർക്ക് പ്ലേസിൽ അദ്ദേഹത്തിന് പ്രൊമോഷനും മറ്റു വലിയ വലിയ കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഹി വിൽ ബി ഹാപ്പി ആൻഡ് ഹി വിൽ കം ഹോം ആൻഡ് ഷെയർ ഹിസ് ഹാപ്പിനെസ് വിത്ത് ഹിസ് ഫാമിലി മെമ്പേഴ്സ്. ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ എന്താണ്, അതൊരു കൈൻഡ് ഓഫ് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഇംപ്രൂവ്സ് ദ പേഴ്സൺ മൈൻഡ് സെറ്റ് ആൻഡ് ഓൾസോ ഹിസ് ഇൻഡിവിജ്വൽ ഗ്രോത്ത്. രണ്ടും ഫിസിക്കൽ ഗ്രോത്തിനെയും ഇമോഷണൽ ഗ്രോത്തിനെയും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ്സ് ഫാമിലി ലൈഫ് എന്നാണ് പോസിറ്റീവ് സ്പിൽ ഓവറിലൂടെ കൊടുത്തിട്ടുള്ളത്. ഇനി നെഗറ്റീവ് സ്പിൽ ഓവർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുമ്പോഴായിരിക്കും അത് നെഗറ്റീവ് സ്പിൽ ഓവറായി മാറുക. അതായത് ഇറ്റ് ഒക്കേഴ്സ് stress, frustration, workload or conflicts at work affect personal relationships and emotional well-being. അപ്പോൾ ഇത് നേരെ തിരിച്ചാണ് അല്ലേ. നമ്മൾ നല്ല രീതിക്ക് ഗുഡ് ആയിട്ട് എന്താണ് വർക്ക് ലൈഫ് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം പറയുന്നൊരു കാര്യമാണിത്. അതായത് വർക്ക് ഏരിയയിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സ്, ഫ്രസ്ട്രേഷൻ, വർക്ക് ലോഡ്, അതുപോലെ തന്നെ കോൺഫ്ലിക്ട്സ് അല്ലേ, വർക്കും പേഴ്സണൽ റിലേഷൻഷിപ്സും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്ട്സ്, ഇതെല്ലാം എഫക്റ്റ് ചെയ്യുന്നത് എന്തിലാണ്, അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്നത് എന്തിലാണ്, ഇമോഷണൽ വെൽബീയിങ്ങിനാണ് അല്ലേ. Similarly, problems at home such as family conflicts or financial stress may reduce concentration and performance at work. ഇതേപോലെ ഫാമിലിയിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, പേഴ്സണൽ ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിലും, റിലേഷൻഷിപ്സിൽ തമ്മിൽ ഇപ്പോൾ സ്പൗസ് ആൻഡ് വൈഫും ഹസ്ബൻഡും തമ്മിൽ എന്തെങ്കിലും ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ടായെങ്കിലും, സ്ട്രെസ് ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ഫാമിലിയിൽ വല്ല ഫിനാൻഷ്യൽ സ്ട്രഗിൾ അല്ലെ ഫേസ് ചെയ്യുമ്പോഴും, ഇതെല്ലാം എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ഇമോഷണൽ ഇംബാലൻസിനെയാണ്. അപ്പോൾ അത് വർക്ക് പ്ലേസിലും അതെന്ത് ചെയ്യുന്നുണ്ട്, നെഗറ്റീവ്ലി ടേൺ ഓവർ ചെയ്യുന്നുണ്ട് അല്ലേ. സോ അതെന്താണ്, ഒരു എന്താണ് വർക്കിലുള്ള ഒരു കോൺസെൻട്രേഷൻ കുറയാൻ അത് കാരണമാകുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് സ്പിൽ ഓവർ മോഡൽ സജസ്റ്റ് ദാറ്റ് വർക്ക് ആൻഡ് പേഴ്സണൽ ലൈഫ് ആർ ഇന്റർ കണക്റ്റഡ് ആൻഡ് എക്സ്പീരിയൻസസ് ഇൻ വൺ ഡൊമൈൻ ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ദി അതർ. അപ്പോൾ സ്പിൽ ഓവർ മോഡൽ പ്രകാരം എന്താണ്, വർക്ക് ലൈഫും പേഴ്സണൽ ലൈഫും ഇൻ്റർ കണക്റ്റഡ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒന്നിൻ്റെ എക്സ്പീരിയൻസ് മറ്റൊന്നിനെ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യും, സ്പിൽ ഓവർ അല്ലേ, ഓട്ടോമാറ്റിക്കലി സ്പിൽ ഓവർ ചെയ്യും എന്ന് പറയുന്നത് പോലെ ഇൻഫ്ലുവൻസ് ചെയ്യും വൺ അനദർ എന്നുള്ളതാണ്. സോ ഒരു ഹാപ്പി എംപ്ലോയി സ്പെൻസ് ക്വാളിറ്റി ടൈം വിത്ത് ഹിസ് ഫാമിലി എന്നുള്ളത് ഇതിനൊരു എക്സാമ്പിളാണ്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ ടീച്ചർ ഹു എൻജോയ്സ് ടീച്ചിങ് ആൻഡ് റിസീവ്സ് അപ്രിസിയേഷൻ ഫ്രം സ്റ്റുഡൻസ് ഇസ് ലൈക്ലി ടു ബി ചിയർഫുൾ ആൻഡ് പേഷ്യൻറ്റ് വിത്ത് ഫാമിലി മെമ്പേഴ്സ് അറ്റ് ഹോം. ഒരു ടീച്ചറിൻ്റെ കേസിൽ ആണ് എന്നുണ്ടെങ്കിൽ വളരെ ഇഷ്ടപ്പെട്ട് ആ ഒരു ടീച്ചിങ് ജോബിനോട് അത്രയും ഡെഡിക്കേറ്റഡ് ആയി നിൽക്കുന്ന ആ ടീച്ചർ, അതുപോലെ തന്നെ എല്ലാവരുടെ കയ്യിൽ നിന്നും സ്റ്റുഡൻസിൽ നിന്നും പാരൻസിൽ നിന്നൊക്കെ അപ്രിസിയേഷൻ ഏറ്റുവാങ്ങുന്ന ടീച്ചർ ഒബ്വിയസ്ലി വീട്ടിലും എങ്ങനെയായിരിക്കും, നല്ല ഒരു ഗുഡ് മെൻറ്റാലിറ്റി ഉള്ള പേഴ്സണാലിറ്റി ഉള്ള ഒരു ടീച്ചറായിരിക്കും, അല്ലെങ്കിൽ ചിയർഫുൾ ആയിരിക്കും എപ്പോഴും അല്ലേ, ആൻഡ് ഭയങ്കര പേഷ്യൻറ്റുമായിരിക്കും. So conversely, if the teacher experiences severe work stress, it may lead to irritability and conflicts at home. But school എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ്ലിയും എഫക്റ്റ് ചെയ്യും. അപ്പോൾ ടീച്ചർ എന്നല്ല, അല്ലെങ്കിൽ ഒരു എംപ്ലോയി എന്നല്ല, എല്ലാ രീതിയിലും മീൻസ് എല്ലാ എംപ്ലോയ്മെൻറ്റിലും അല്ലെങ്കിൽ എല്ലാ വർക്കിലും ഈ ഒരു കാര്യം ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. Now we can move on to next model, that is compensation model. Okay, കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഒന്നിനെ ഒന്നും കൂടി കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. സോ കോമ്പൻസേഷൻ മോഡൽ പ്രപ്പോസസ് ദാറ്റ് പീപ്പിൾ സീക്ക് സാറ്റിസ്ഫാക്ഷൻ ഇൻ വൺ ഏരിയ ഓഫ് ലൈഫ് വെൻ ദേ എക്സ്പീരിയൻസ് ഡിസാറ്റിസ്ഫാക്ഷൻ ഇൻ അനദർ. Instead of allowing dissatisfaction to dominate their lives, individuals compensate by investing more time and energy in another domain. അതായത് പീപ്പിൾ കോമ്പൻസേറ്റ് ഫോർ ഡിസാറ്റിസ്ഫാക്ഷൻ ഇൻ വൺ ഏരിയ ബൈ സീക്കിംഗ് സാറ്റിസ്ഫാക്ഷൻ ഇൻ അനദർ. ഒരു കാര്യത്തിൽ ഡിസാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മറ്റേ ലൈഫിൽ, ഒന്നല്ലെങ്കിൽ വർക്ക് ലൈഫിലാണ് ഡിസാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ലൈഫിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ ശ്രമിക്കും, ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അതിനെയാണ് ഈ ഒരു മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ.
അതായത് ഇഫ് ആൻ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് സ്ട്രെസ്, ലാക്ക് ഓഫ് റെക്കഗ്നിഷൻ ഓർ ബോർഡം അറ്റ് വർക്ക്, ദേ മേ സീക്ക് ഹാപ്പിനെസ് ത്രൂ ഫാമിലി റിലേഷൻഷിപ്സ്, അല്ലേ, ഹോബീസ്, സ്പോർട്സ്, ട്രാവൽ ഓർ സോഷ്യൽ ആക്ടിവിറ്റീസ്. അപ്പോൾ വർക്ക് ലൈഫിൽ അത്രയും ബോർഡം അനുഭവിക്കുക ആളാണെന്നുണ്ടെങ്കിലും സ്ട്രെസ് ആണെന്നുണ്ടെങ്കിലും അല്ല ഒബ്വിയസ്ലി വീട്ടിൽ ചെന്നിട്ട് അല്ലേ കുറച്ച് റിലാക്സ് ആയിട്ട് ഇരിക്കട്ടെ, എനിക്ക് ജോലി സ്ഥലത്തോ ഒരു സമാധാനമല്ല, വീട്ടിലെങ്കിലും കുറച്ച് നേരം ഇരിക്കട്ടെ എന്ന് പറയുന്ന ചില ആൾക്കാർ നമുക്കറിയാം. സോ അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മോഡലാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അത് വൈസ് വേഴ്സി ഉണ്ട് കേട്ടോ. അതായത് ഫാമിലിയിൽ വല്ല പ്രശ്നമുണ്ടെങ്കിൽ ജോലി സ്ഥലത്ത് പോയിട്ട് സമാധാനം കണ്ടെത്തുന്ന ആൾക്കാരും ഉണ്ട്. സോ അവർ കുറച്ചും കൂടി എങ്ങനെയാണ് കരിയർ അച്ചീവ്മെൻറ്റിൽ ഫോക്കസ്ഡ് ആയിരിക്കും, അല്ലേ, അതേപോലെ തന്നെ ഒരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റും സെൽഫ് വർത്തും ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. സോ ഈ ഒരു മോഡൽ സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വർക്ക് ആൻഡ് പേഴ്സണൽ ലൈഫ് ആക്ട് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഫോർ വൺ അനദർ. ഒന്നിന് പകരം ഒന്ന് എന്നുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് വർക്ക് ലൈഫും പേഴ്സണൽ ലൈഫും ആക്ട് ചെയ്യുന്നത് എന്നാണ് ആര് പറയുന്നത്? ഈ ഒരു മോഡൽ, കോമ്പൻസേഷൻ മോഡൽ പറയുന്നത്. ആൻഡ് ഇറ്റ് ഹെൽപ്പിംഗ് ഇൻഡിവിജ്വൽ റീസ്റ്റോർ ഇമോഷണൽ ബാലൻസ്. അപ്പോൾ ആ ഒരു സ്ഥലത്തു നിന്ന് കിട്ടിയിട്ടുള്ള ഇമോഷണൽ ഇംബാലൻസിനെ കോമ്പൻസേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അതിനെ റീസ്റ്റോർ ചെയ്യാനും ഈ ഒരു മോഡൽ അല്ലേ ഇത് സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ പേഴ്സൺ അൺഹാപ്പി അറ്റ് വർക്ക് സ്പെൻഡ്സ് മോർ ടൈം വിത്ത് ഫാമിലി, ഹോബീസ് ഓർ റീക്രിയേഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് എംപ്ലോയി ഹു ഹാസ് എ സ്ട്രെസ്ഫുൾ ജോബ് മേ സ്പെൻഡ് വീക്കെൻഡ്സ് ട്രാവലിംഗ് വിത്ത് ഫാമിലി ഓർ എൻഗേജിങ് ഇൻ ഹോബീസ് ടു റെഡ്യൂസ് സ്ട്രെസ് ആൻഡ് റീഗെയിൻ ഇമോഷണൽ വെൽബീയിങ്. അപ്പോൾ ഇത്തരത്തിലുള്ളതിൽ നമുക്ക് ആബ്സെൻറ്റീസ് ഒക്കെ കൂടുതലായിട്ട് കാണാൻ പറ്റും. അതായത് കൂടുതൽ സമയം വീട്ടുകാരോടൊപ്പം സ്പെൻഡ് ചെയ്യാനും ട്രാവൽ ചെയ്യാനൊക്കെ അത്തരത്തിലുള്ള ആൾക്കാർ ഇഷ്ടപ്പെടുകയാണ് ചെയ്യുക. നെക്സ്റ്റ് പറയാനുള്ള മോഡലാണ് സെഗ്മെൻറ്റേഷൻ മോഡൽ. ഓക്കെ, സെഗ്മെൻറ്റേഷൻ മോഡൽ എന്താണ്? സെഗ്മെൻറ്റേഷൻ മോഡൽ എന്ന് പറയുമ്പോൾ segmentation model argues that work life and personal life are two completely separate domains that do not influence each other. സെഗ്മെൻറ്റേഷൻ ആ ഒരു പേര് പറയുന്ന പോലെ സെഗ്മെൻറ്റ് അല്ലേ, അതായത് വർക്ക് ലൈഫും പേഴ്സണൽ ലൈഫും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ദേ നോട്ട് അറ്റ് ഓൾ interconnected and two complete separate domains that do not influence each other എന്നാണ് ഈ ഒരു മോഡലിൽ പറയുന്നത്. So work life and personal life are completely separate. Okay. So according to this model, individuals maintain clear boundaries between work and family responsibilities. അപ്പോൾ രണ്ട് ലൈഫിലും ഇത്തരത്തിലുള്ള മോഡൽ പ്രകാരം പേഴ്സൺസ് എന്ത് ചെയ്യും അല്ലേ, they will set a clear boundary between these two lives. Then people consciously avoid carrying work-related stresses into their personal lives and prevent family problems from interfering with professional responsibilities. അപ്പോൾ ഇത്തരത്തിലുള്ള മോഡൽ പ്രകാരം ആളുകൾ ഒരിക്കലും സ്ട്രെസ് എടുത്ത് അല്ലേ ജോബ് ഏരിയയിൽ സ്ട്രെസ് വീട്ടിലേക്ക് കൊണ്ടുവരില്ല, വീട്ടിലത്തെ സ്ട്രെസ് ജോബിലേക്കും കൊണ്ടുപോവില്ല. സോ ഈ ഒരു സെപ്പറേഷൻ ഹെൽപ്സ് ഇൻഡിവിജ്വൽസ് റിമെയിൻ ഫോക്കസ്ഡ് ഇൻ ബോത്ത് ഡൊമെയിൻസ് ആൻഡ് റെഡ്യൂസ് റോൾ കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഈ ഒരു മോഡൽ പ്രകാരം എന്താണ് ഈ ഒരു സെപ്പറേഷൻ അല്ലേ, ശരിക്കും പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് പ്ലസ് പോയിന്റ് ആണ് ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം. രണ്ടും ഫോക്കസ്ഡ് ആയിട്ട് രണ്ട് ലൈഫിലും പേഴ്സണൽ ലൈഫിലും വർക്ക് ലൈഫിലും ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സെപ്പറേഷൻ നമ്മളെ സഹായിക്കും അല്ലേ. രണ്ട് ഡൊമെയിനിലും ഈക്വലി അല്ലെങ്കിൽ റിമെയിൻ ഫോക്കസ്ഡ് ആയിട്ടിരിക്കാനും റോൾ കോൺഫ്ലിക്റ്റ് റെഡ്യൂസ് ചെയ്യാനും സഹായിക്കും എന്നാണ് പറയുന്നത്. So although complete separation is difficult in today's digital world, maintaining healthy boundaries remains an important strategy for achieving work-life balance. പക്ഷേ ഈ ഒരു പറഞ്ഞ കാര്യം ഈ ഒരു ലൈഫിൽ പോസിബിൾ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ. കാരണം എന്താണ്, വി ആർ ലിവിങ് ഇൻ എ ഡിജിറ്റൽ ഇറ. കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലേ രണ്ട് സ്ഥലത്തുമുള്ള കാര്യങ്ങൾ it will be there to manage by using our phone അല്ലേ. അപ്പോൾ ഡിജിറ്റലി നമുക്കത് വീട്ടിലിരുന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഈ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നതിലൂടെ ഒരു ഹെൽത്തി ബൗണ്ടറി ഒരു ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജി ആയിട്ട് വർക്ക് ലൈഫ് ബാലൻസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ ഇതിൻ്റെ കീ ഐഡിയ എന്ന് പറഞ്ഞാൽ work problems stays at work, then family problems stay at home അല്ലേ, ആ ഒരു കാര്യം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ an employee avoids bringing office stresses into family life. നേരത്തെ പറഞ്ഞു തന്നെ
ഒരു എക്സാമ്പിൾ വേറെ പറയുകയാണെങ്കിൽ ഡോക്ടർ കംപ്ലീറ്റ്സ് ഹോസ്പിറ്റൽ ഡ്യൂട്ടീസ് ബിഫോർ റിട്ടേണിംഗ് ഹോം ആൻഡ് അവോയ്ഡ്സ് ഡിസ്കസിങ് വർക്ക് റിലേറ്റഡ് ഇഷ്യൂസ് ഡ്യൂറിങ് ഫാമിലി ടൈം, അലൗവിങ് ഫുൾ അറ്റൻഷൻ ടു പേഴ്സണൽ റിലേഷൻഷിപ്സ്. അപ്പോൾ ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ അത്രയും റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ജോബാണ് അല്ലേ. സോ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊന്നും വീട്ടിൽ വന്ന് ഷെയർ ചെയ്യാതിരിക്കലും, അതുപോലെ തന്നെ എന്താണ് അവിടുത്തെ സ്ട്രെസ്സും മറ്റു കാര്യങ്ങളൊന്നും വീട്ടിൽ വന്നിട്ട് അല്ലേ പ്രസൻറ്റ് ചെയ്യുകയൊന്നും ചെയ്യാത്ത ആ ഒരു കൈൻഡ് ഓഫ് ബിഹേവിയറിനെ നമുക്ക് എന്ത് പറയാം, എക്സാമ്പിളായിട്ട് എടുക്കാം. നെക്സ്റ്റ് മോഡൽ പറയുന്നത് എന്താണ്, ഇൻസ്ട്രുമെൻ്റൽ മോഡലാണ്. ഓക്കെ, യു ക്യാൻ സീ ഇൻസ്ട്രുമെൻ്റൽ മോഡൽ. ഇൻസ്ട്രുമെൻ്റൽ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സക്സസ് ഇൻ വൺ ഡൊമൈൻ ക്യാൻ ഹെൽപ്പ് അച്ചീവ് സക്സസ് ഇൻ അനദർ. ഒരു ലൈഫിൽ, അതായത് പേഴ്സണൽ ലൈഫിൽ നമുക്ക് സക്സസ് ചെയ്യാൻ സക്സസ് ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഓൾസോ ഗെറ്റ് സക്സീഡഡ് ഇൻ വർക്ക് ലൈഫ് എന്നാണ് പറയുന്നത്. അതായത് സ്കിൽസ്, റിസോഴ്സസ്, എക്സ്പീരിയൻസസ് ആൻഡ് സപ്പോർട്ട് ഗെയിൻഡ് ഇൻ വൺ ഏരിയ ബിക്കം യൂസ്ഫുൾ ടൂൾസ് ഫോർ ഇംപ്രൂവിങ് പെർഫോമൻസസ് ഇൻ അനദർ ഏരിയ എന്നുള്ളതാണ്. ആൻഡ് ഇൻകം ഏൺഡ് ഫ്രം വർക്ക് പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഫോർ ദ ഫാമിലി. Similarly, emotional support from family members increases confidence, motivation, and efficiency at work. So, communication skills, leadership abilities, and problem-solving skills learned in the workplace can also be improved family relationships. So, unlike the spillover model, which focuses on emotional transfer, the instrumental model emphasizes the practical benefits and resources that one domain provides to another. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ സ്പിൽ ഓവറിൽ പറഞ്ഞ കണക്കിന് ഒരു തരത്തിലുള്ള ഒരു സിമിലാരിറ്റി ഇവിടെ വരുന്നുണ്ട്. ബട്ട് ഇതിൽ സക്സസ് ഇൻ വൺ ഡൊമൈൻ ഹെൽപ്സ് അച്ചീവ് സക്സസ് ഇൻ അനദർ എന്നാണ് പറയുന്നത്. അതായത് സ്പിൽ ഓവർ മോഡൽ പോലെ ഇതിൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ട്രാൻസ്ഫറിലല്ല, പകരം എന്താണ് പ്രാക്ടിക്കൽ ബെനിഫിറ്റ്സിലും റിസോഴ്സസിലൊക്കെയാണ് അതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എന്ത് നമുക്ക് പറയാം, ഇൻകം from work improves family life, family support improves work performance. So ഇതിൻ്റെ കീ ഐഡിയ എന്ന് പറഞ്ഞാൽ റിസോഴ്സസ് ഫ്രം വൺ ഏരിയ ഹെൽപ്പ് അച്ചീവ് ഗോൾസ് ഇൻ അനദർ എന്നുള്ളതാണ് കേട്ടോ. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വി ക്യാൻ സീ ലൈക്ക് ദിസ്, എ മാനേജർ ഡെവലപ്സ് ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അറ്റ് വർക്ക്. ഒരു മാനേജർക്ക് ഈ രണ്ട് സ്കില്ലും എന്താണ് വർക്കിലുണ്ട്. ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ റിസോൾവിങ് ഫാമിലി കോൺഫ്ലിക്ട്സ് എഫക്റ്റീവ്ലി. ആ ഒരു കാര്യം, ആ ഒരു സ്കില്ല് അല്ലേ, അത് ഫാമിലി ലൈഫിലും അയാൾ എന്ത് ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യും, അയാളെ അത് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. സിമിലർലി സ്ട്രോങ് ഫാമിലി സപ്പോർട്ട് ഇനാബിൾസ് ദ മാനേജർ ടു പെർഫോം കോൺഫിഡൻ്റ്ലി ഇൻ ദ വർക്ക് പ്ലേസ് എന്നുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഇൻസ്ട്രുമെൻ്റൽ മോഡൽ എന്നുള്ളത്. ഇനി നമുക്ക് ലാസ്റ്റ് തിയറിയിലേക്ക് വരാം, ദാറ്റ് ഇസ് ബോർഡർ തിയറി. ഓക്കെ, ബോർഡർ തിയറീൻ്റെ ഒരു ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബോർഡർ തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ ജുയു ക്യാമ്പൽ ക്ലാർക്ക്, okay, 2000. And it explains that people move between two important domains, work and family. Each domain has its own rules, responsibilities and expectations. അതായത് ഇത് ഈ ഇൻഡിവിജ്വൽസ് വർക്ക് ആൻഡ് ഫാമിലി ലൈഫിൽ ഒരു ബൗണ്ടറി എന്ത് ചെയ്യുന്നുണ്ട്, മാനേജ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. സോ ഈ ഒരു തിയറി പ്രകാരം വർക്കും ഫാമിലി ലൈഫും എന്ന് പറയുന്നത് രണ്ട് സെപ്പറേറ്റ് ഡൊമെയിൻസ് ആണ്. വിത്ത് എന്താണ് ഡിഫറെൻറ്റ് റൂൾസ്, എക്സ്പെക്റ്റേഷൻസ്, കൾച്ചേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. എല്ലാ കാര്യങ്ങളും രണ്ടിനും ഡിഫറെൻ്റ് ആണ് എന്നാണ് പറയുന്നത്. ഇൻഡിവിജ്വൽസ് റെഗുലർലി മൂവ് ബിറ്റ്വീൻ ദീസ് ഡൊമെയിൻസ് ത്രൂ ഔട്ട് ദ ഡേ. അല്ലെ, അപ്പോൾ ഇൻഡിവിജ്വൽസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഗുലാരിറ്റി ഉണ്ട് ആ ഒരു മൂവ്മെൻറ്റിൽ നിന്ന്, അല്ലേ. അതായത് വർക്കിൽ പേഴ്സണൽ ലൈഫ് ടു വർക്ക് ബാക്ക്, അല്ലേ, വർക്ക് ബാക്ക് ഫ്രം വർക്ക് ടു പേഴ്സണൽ ലൈഫ് എന്നുള്ളത്. സോ ഈ ഒരു തിയറി സജസ്റ്റ് ചെയ്യുന്നത് ദാറ്റ് പീപ്പിൾ ക്രിയേറ്റ് ഫിസിക്കൽ ബൗണ്ടറീസ്. എന്താണ് ഫിസിക്കൽ ബൗണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സച്ച് ആസ് വർക്ക് പ്ലേസ് ആൻഡ് ഹോം. ടൈം ബൗണ്ടറീസ് എന്ന് വെച്ചാൽ വർക്കിംഗ് അവേഴ്സ് ആൻഡ് ഫാമിലി ടൈം എന്നുള്ളത്. ആൻഡ് സൈക്കോളജിക്കൽ ബൗണ്ടറീസ്, അതായത് മെൻ്റലി സെപ്പറേറ്റിംഗ് വർക്ക് ഫ്രം പേഴ്സണൽ ലൈഫ് എന്നുള്ളത്. സോ ദീസ് ബൗണ്ടറീസ് മേ ബി സ്ട്രോങ് വെർ വർക്ക് ആൻഡ് ഫാമിലി റിമെയിൻ ക്ലിയർലി സെപ്പറേറ്റ് ഓർ ഫ്ലെക്സിബിൾ വെർ റോൾസ് ഓവർലാപ്പ് എന്നുള്ളത്. ഓക്കെ, സോ ഇതിലെന്താ പറയുന്നത്,
രണ്ടിലും ഒരു ബൗണ്ടറീസ് സ്ട്രോങ് ആവുമ്പോൾ എന്താണ് വർക്ക് ആൻഡ് ഫാമിലി നമുക്ക് ക്ലിയർലി സെപ്പറേറ്റ് ചെയ്ത് വെക്കാനും ഫ്ലെക്സിബിളായി കൊണ്ടുപോകാനും പറ്റുമെന്നാണ് പറയുന്നത്. So people who manage these boundaries effectively are more likely to experience better work-life balance. ഇത്തരത്തിലുള്ള ആൾക്കാർ എന്താണ് ബെറ്റർ ആയിട്ടുള്ള ലൈഫ് വർക്ക് അല്ലേ കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. സോ കീ പോയിന്റ്സ് പറഞ്ഞു. വർക്ക് ആൻഡ് ഫാമിലി ആർ സെപ്പറേറ്റഡ് ബൈ ഫിസിക്കൽ ടൈം ആൻഡ് സൈക്കോളജിക്കൽ ബൗണ്ടറീസ്. സ്ട്രോങ് ബൗണ്ടറീസ് കീപ് വർക്ക് ആൻഡ് ഫാമിലി സെപ്പറേറ്റ്. ഇതിൽ നിങ്ങൾക്ക് പോയിന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്, ഈ ഒരു ബ്ലാക്ക് പോയിന്റ്സ് കേട്ടോ. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കണേ. അതായത് ഇത് കുറച്ച് മേലേക്കാണ് വരേണ്ടത്, ഒരു ലൈൻ താഴേക്ക് ഇറങ്ങിയിട്ടാണ് ആ ഒരു പോയിന്റ് അവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ. ആൻഡ് സ്ട്രോങ് ബൗണ്ടറീസ് കീപ്പ് വർക്ക് ആൻഡ് ഫാമിലി സെപ്പറേറ്റ്. ഫ്ലെക്സിബിൾ ബൗണ്ടറീസ് ഹെൽപ്പ് ഇൻഡിവിജ്വൽസ് മാനേജ് ബോത്ത് റോൾസ് എഫക്റ്റീവ്ലി. മെയിൻറ്റെയിനിങ് ഹെൽത്തി ബൗണ്ടറീസ് ഇംപ്രൂവ്സ് വർക്ക് ലൈഫ് ബാലൻസ്. സോ ഇതൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തിട്ടുള്ളത്? A teacher switches off work calls after school hours to spend quality time with family, maintaining a clear boundary between work and what? വർക്ക് ആൻഡ് പേഴ്സണൽ ലൈഫ് അല്ലേ. ഇപ്പോൾ ഒരു ടീച്ചറിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിട്ട് അല്ലേ എന്താണ് അൺവാണ്ടഡ് ആയിട്ടുള്ള കോളുകൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക. അൺവാണ്ടഡ് മീൻസ് സ്കൂളിൽ നിന്നും അല്ലേ പാരൻസിൻ്റെ കോളും മറ്റു കാര്യങ്ങളൊക്കെ എന്താണ് നോയിങ്ലി എടുക്കാതിരിക്കുന്നത്. അതെന്താണ് ഫാമിലി ലൈഫ് കുറച്ചും കൂടി അല്ലേ നല്ല രീതിക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു ക്വാളിറ്റി ടൈം വിത്ത് ഫാമിലി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്വിച്ച് ഓഫ് ചെയ്യുന്നത് അല്ലേ. സോ ഈ ഒരു ബൗണ്ടറി അല്ലേ പേഴ്സണൽ ഒരു ക്ലിയർ ബൗണ്ടറിയാണ്. പേഴ്സണൽ ലൈഫും വർക്ക് ലൈഫും തമ്മിലൊരു ക്ലിയർ ബൗണ്ടറിയാണ് ഈ ഒരു കാര്യം എന്നുള്ളത്. സോ അതൊരു കോൾസ് മാത്രമല്ല, നമുക്ക് എന്ത് ഒഫീഷ്യൽ ആയിട്ടുള്ള ഇമെയിൽസ് ചെക്ക് ചെയ്യലോ അതുപോലെ തന്നെ ഈവനിങ് അല്ലേ മറ്റു കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക ഇൻ ഈവനിങ് എനി അതർ ടൈം. So by maintaining a clear boundary between work and home, the teacher reduces stress and improves family relationships എന്നും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇനി ചലഞ്ചസ് ഓഫ് വർക്ക് ലൈഫ് ബാലൻസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. സോ അത്രയേ ഉള്ളൂ കേട്ടോ മോഡൽസ് ആൻഡ് തിയറീസ് ഓഫ് വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളത്. ഇനി നമ്മൾ അതിൻ്റെ ചലഞ്ചസിലേക്ക് വരികയാണ്. ദാറ്റ് ഈസ് അവർ യൂണിറ്റ്സ് മെയിൻ ടൈറ്റിൽ അല്ലേ, ചലഞ്ചസ് ഫേസ്ഡ്. എന്തായിരിക്കും ചലഞ്ചസ്? അതായത് വർക്ക് ലൈഫ് ബാലൻസ് ഇസ് ഡിഫിക്കൽട്ട് ഡ്യൂ ടു ലോങ് വർക്കിംഗ് ഹവേഴ്സ്, വർക്ക് പ്രഷർ, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്, ഫിനാൻഷ്യൽ സ്ട്രെസ് ആൻഡ് ടെക്നോളജി. ദീസ് ചലഞ്ചസ് അഫക്റ്റ് പേഴ്സണൽ വെൽബീയിങ് ആൻഡ് ജോബ് പെർഫോമൻസ്. അപ്പോൾ എന്തൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാലും അവിടെ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും കാണുന്ന കാര്യങ്ങളാണ് ഈ ഒരു ഇംബാലൻസ് എന്നുള്ളത് അല്ലേ. അതായത് ലോങ് ആയിട്ടുള്ള വർക്കിംഗ് ഹവേഴ്സ് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ അത് തരണമെന്നില്ല, ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് തരണമെന്നില്ല. ചിലപ്പോൾ അവർ ഓവർ ലോഡഡ് ആയിട്ടുള്ള വർക്ക്സുകൾ തരും. സോ വർക്കിംഗ് ഹവേഴ്സ് എന്താവും, ലെങ്തിയർ ആവും. അതുപോലെ തന്നെ വർക്ക് പ്രഷർ എന്തായാലും ഉണ്ടാവും. ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ആണ് അല്ലേ. വർക്കിംഗ് വിമൻ ആവുമ്പോൾ വർക്കിംഗ് വിമൻസിന് കൂടുതലായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും വർക്കിംഗ് വിമന്. കാരണം ഫാമിലി ലൈഫും പേഴ്സണൽ ലൈഫും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് ഇറ്റ് ഈസ് മച്ച് ഡിഫിക്കൾട്ട് അല്ലേ. ദെൻ പിന്നെന്താണ് ടെക്നോളജി സ്ട്രെസ്സൊക്കെ ഉണ്ടാവും. ദെൻ ഇതെല്ലാം എഫക്റ്റ് ചെയ്യുന്നത് ഒരു പേഴ്സണൽ വെൽബീയിങ്ങിനെയാണ് അല്ലേ. അതുപോലെ തന്നെ ജോബ് പെർഫോമൻസിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കോൺസിക്വൻസ് എന്ന് പറയുന്നത്, അപ്പോൾ ഇതൊക്കെ കാരണം നമുക്ക് എന്താണ് ഒരു നല്ല ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു കോസ് ആൻഡ് എഫക്റ്റ് എന്താണ്? എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കത് സൈക്കോളജിക്കലി ഉണ്ട്, ഫിസിക്കലി ഉണ്ട്, സോഷ്യലി ഉണ്ട്, ഓർഗനൈസേഷനിലുണ്ട്. സൈക്കോളജിക്കൽ കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. സ്ട്രെസ് ഉണ്ടാവും, ആൻസൈറ്റി അല്ലേ, പിന്നെന്താണ് ബേൺ ഔട്ട് ആവും നമ്മൾ, പിന്നെ ഡിപ്രഷനിലേക്ക് പോകും അല്ലേ. അങ്ങനത്തെ പല തരത്തിലുള്ള ചേഞ്ചസ് നമ്മുടെ ഉള്ളിൽ വരും, പ്രശ്നങ്ങളും ഉണ്ടാവും. ഫിസിക്കൽ പ്രശ്നം എന്ന് പറയുമ്പോൾ എന്താണ് ഫാറ്റിക് അല്ലേ. ചിലവർക്ക് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ദേ വിൽ ബി മോർ ഫാറ്റ് അല്ലേ, അല്ലെങ്കിൽ എന്താണ് ഫാറ്റിക്കായി മാറും. പിന്നെ സ്ലീപ്പ് പ്രോബ്ലംസ്, സ്ലീപ്പിംഗ് സൈക്കിൾ അല്ലേ, ഉറക്കമില്ലായ്മയാവുകയും പിന്നെന്താണ് സ്ലീപ്പിംഗ് സൈക്കിളിനെ അത് അഫക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. ഹെഡ് ഏക്സ്, പുവർ ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നങ്ങളുണ്ടാവും. സൊസൈറ്റിയിൽ എന്താണ് അതിൻ്റെ കോൺസിക്വൻസ് ഉള്ളത്? ഫാമിലി കോൺഫ്ലിക്ട്സ്, പുവർ റിലേഷൻഷിപ്സ്, സോഷ്യൽ ഐസൊലേഷൻ ഒക്കെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഓർഗനൈസേഷണൽ എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷൻ ജോബ് ഏരിയയിൽ അതായത് ലോ പ്രൊഡക്ടിവിറ്റി ആയിരിക്കും, ആബ്സെൻറ്റീസം ആയിരിക്കും, ജോബ് സാറ്റിസ്ഫാക്ഷൻ ഒട്ടും ഉണ്ടാവില്ല, ഹൈ ടേൺ ഓവർ ഒക്കെ ആയിരിക്കും. നമ്മൾ നേരത്തെ സംസാരിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇതിനെ എങ്ങനെയൊക്കെ അഡ്രസ്സ് ചെയ്യാമെന്നുള്ളത്, അതായത് ടൈം എങ്ങനെ മാനേജ് അല്ലേ.
ഭയങ്കര ടൈം നന്നായിട്ട് മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, നല്ല ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സുകൾ കീപ്പപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് എന്താണ് അല്ലേ, നന്നായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ റെഡ്യൂസ് സ്ട്രെസ് ത്രൂ എക്സസൈസ് ആൻഡ് റിലാക്സേഷൻ, മെഡിറ്റേഷൻ, യോഗ, അങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങളിലൂടെ നമുക്കൊന്നുകൂടി ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് വിൽ ഓൾസോ റെഡ്യൂസ് അവർ സ്ട്രെസ് and through that we can address the challenges. Then provide counseling and employee support, അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ we can go for that. Then promote family friendly workplace practices എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് വരികയാണ്, ഇക്വിറ്റി ആൻഡ് ഇക്വാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. ഓക്കെ, ഇക്വിറ്റി ആൻഡ് ഇക്വാലിറ്റി രണ്ടും നമ്മൾ അല്ലെ മോസ്റ്റ് ഓഫ് ദ കേസ് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് വേർഡുകളാണ് ഇക്വിറ്റി ആൻഡ് ഇക്വാലിറ്റി. പക്ഷേ രണ്ടും സെയിം മീനിങ് അല്ല വരുന്നത്. ദർ ആർ സ്ലൈറ്റ്ലി ഡിഫറൻസസ്. ഓക്കെ, എന്താ നോക്കാം. സോ ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് പ്രൊവൈഡിങ് people with the support and resources they need according to their different needs so that everyone has a fair opportunity to succeed. അതായത് ഓരോ ഇൻഡിവിജ്വലും ഡിഫറെൻ്റ് ആയിരിക്കും, ഓരോ ഇൻഡിവിജ്വലിൻ്റെയും നീഡ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളിലേക്ക് സപ്പോർട്ടും റിസോഴ്സും അവർക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ചുള്ള സപ്പോർട്ടും അവർക്ക് അതിനനുസരിച്ചുള്ള റിസോഴ്സും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അതിലൂടെ ഫെയർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കുക, സക്സീഡ് ചെയ്യുക എന്നുള്ളതാണ് ഇക്വിറ്റീനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും ഒരുപോലെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ്. അവിടെ നമ്മൾ നീഡ്സ് ഒന്നും നോക്കുന്നില്ല, പക്ഷെ ഒരാൾക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് കിട്ടണം എന്നുള്ളത്. അതായത് ഇക്വാലിറ്റി മീൻസ് ട്രീറ്റിംഗ് എവ്രി വൺ ഈക്വലി, ഓക്കെ, ബൈ ഗിവിങ് ദ സെയിം റൈറ്റ്സ്, ഒരേ റൈറ്റ്സ് കൊടുത്ത്, ഒരേ ഓപ്പർച്യൂണിറ്റീസ് കൊടുത്ത്, റിസോഴ്സസ് കൊടുത്തിട്ട് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നൊന്നും നോക്കാതെ ഒരേ തരത്തിലുള്ള ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് റിസോഴ്സസ് ദെൻ റൈറ്റ്സ് ഒക്കെ കൊടുക്കുന്നതിന് നമ്മൾ ഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഇക്വിറ്റി അങ്ങനെയല്ല, പേഴ്സൺ ടു പേഴ്സൺ അത് വാരി ചെയ്യും, അവരുടെ നീഡിനനുസരിച്ച് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. സോ ഒരു വൺ സെൻറ്റൻസിൽ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ അവിടെ കൊടുത്തിട്ടുണ്ട് ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ സെയിം ട്രീറ്റ്മെൻറ്റ് ഫോർ എവ്രി വൺ എന്നുള്ളതാണ്. ഇക്വിറ്റി എന്താണ്? ഫെയർ ട്രീറ്റ്മെൻ്റ് ആണ്. സെയിം ട്രീറ്റ്മെൻ്റ് അല്ല, ഫെയർ ട്രീറ്റ്മെൻറ്റ് ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ നീഡ്സ്. ഓക്കെ, സോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഇക്വാലിറ്റീനെയും ഇക്വിറ്റിനെയും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ കുറച്ച് ഇന്ത്യ എന്ന് മാത്രമല്ല എല്ലാ രാജ്യത്തും ഉണ്ട്, പക്ഷെ നമുക്ക് ഇന്ത്യയെ കുറിച്ച് സംസാരിക്കാം. കുറച്ച് ലോസ് ആൻഡ് പോളിസീസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, റൈറ്റ് ടു ഇക്വാലിറ്റി. അത് ആർട്ടിക്കിൾ 14 to 18 കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 14 to 18 സംസാരിക്കുന്നത് എന്താണ്? റൈറ്റ് ടു ഇക്വാലിറ്റീനെ കുറിച്ചിട്ടാണ് കേട്ടോ. റൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. ഒരു പെർട്ടിക്കുലർ പേഴ്സണെ അവിടെ ഒപ്രസ് ചെയ്യുകയോ അവരെ മാർജിനലൈസ് ചെയ്യുകയോ ചെയ്താൽ അതിനെതിരെ നമുക്ക് ശബ്ദമുയർത്താൻ അവിടെ ഒരു ആർട്ടിക്കിൾ നമുക്കുണ്ട്. അതാണ് റൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. അതാണ് ആർട്ടിക്കിൾ 15. ദെൻ ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് 1976 വന്നതാണ്. ദെൻ റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്, ദാറ്റ് ഇസ് ഇൻ 2016. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ്. ഓക്കെ, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് നമുക്കറിയാം അല്ലേ, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് വയലൻസ് ആക്റ്റിൽ നിന്നും വിമനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദി ഇയർ 2005. ഇനി പ്രൊമോഷൻ ഓഫ് ഈക്വാലിറ്റി ആൻഡ് ഇക്വിറ്റി ആൻഡ് ഇക്വാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈക്വൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് ഈക്വൽ പേ, ഇൻക്ലൂസീവ് വർക്ക് പ്ലേസസ്, അവയർനെസ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ഗവൺമെൻറ് വെൽഫെയർ ആൻഡ് അഫോർമേറ്റീവ് ആക്ഷൻ പ്രോഗ്രാംസ്. അപ്പോൾ ഇതെല്ലാം ഇതാണ് വരുന്നത് കേട്ടോ. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് വി ഡിസ്കസ്ഡ് ഇൻ ദിസ് യൂണിറ്റ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ പറയുന്നത്. ഇനി വൈ ഇക്വിറ്റി ആൻഡ് ഇക്വാലിറ്റി ആർ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ 177 പേജിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്ത്യ ഹാസ് എ സോഷ്യൽ റുബ്രിക് വിത്ത് മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് സെഗ്രിഗേഷൻ ആൻഡ് ഡിഫറൻസസ്. സൊസൈറ്റി ഈസ് എക്സ്ട്രീംലി ഹെട്രോജീനിയസ് ആൻഡ് ഡൈവേഴ്സ്. ഹെട്രോജീനിയസ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. പലതരത്തിലുള്ള ആളുകളാണ്, പലതരത്തിലുള്ള കൾച്ചർ, ട്രഡീഷൻ, കസ്റ്റംസ് എല്ലാം. സോ ദ സോഷ്യൽ കൾച്ചറൽ ഡെമോഗ്രാഫിക് വാരിയബിൾ
variables which makes it layered and so differentiated are caste, religion, ethnic, indigenous group, then language and cultural diversity, wide range variation in socio-economic status and social class gender എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും എല്ലാ ഓപ്പർച്യൂണിറ്റീസും കിട്ടണം എന്നുള്ള, അല്ലേ, അവരുടെ നീഡ്സിനനുസരിച്ച് കിട്ടണമെന്ന് പറയുന്ന, ഇക്വാലിറ്റി വേണമെന്ന് പറയുന്ന രണ്ട് ടേംസാണ് ഇക്വിറ്റി ആൻഡ് ഇക്വാലിറ്റി എന്നുള്ളത്. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. സോ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, വർക്ക് ലൈഫ് ബാലൻസ് ഇംപ്രൂവ്സ് വെൽ-ബീയിങ് ആൻഡ് പ്രൊഡക്ടിവിറ്റി. കുറച്ച് ഒരു ഗ്യാപ്പിൻ്റെ പ്രശ്നമുണ്ട്, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ, വേർഡ്സ് തമ്മിലുള്ള അവിടെ കാണാൻ പറ്റും. ദെൻ ഡിഫറെൻറ്റ് മോഡൽസ് എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വർക്ക് ആൻഡ് പേഴ്സണൽ ലൈഫ് എന്ന് നമ്മൾ സംസാരിച്ചു. പുവർ വർക്ക് ലൈഫ് ബാലൻസ് അഫക്ട്സ്, എന്തിനൊക്കെ എഫക്റ്റ് ചെയ്യും, ഫിസിക്കൽ, മെൻറ്റൽ, സോഷ്യൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ്. ദെൻ ഇക്വിറ്റി എൻഷുവേഴ്സ് ഫെയർനെസ്, അല്ലേ, ഇക്വിറ്റി എൻഷുർ ചെയ്യുന്നത് ഫെയർനെസ്സിനെയാണ്, എന്നാൽ ഇക്വാലിറ്റി എൻഷുർ ചെയ്യുന്നത് എന്താണ്, ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസിനെയാണ്. ഓക്കെ, ദെൻ ലോസ് ആൻഡ് പോളിസീസ് പ്രൊമോട്ട് ആൻഡ് ഇൻക്ലൂസീവ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഫ്രീ സൊസൈറ്റി, എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻക്ലൂഷൻ, അല്ലേ, അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ ഫ്രീ സൊസൈറ്റീനെയാണ് ഇത്തരത്തിലുള്ള ലോസ് ആൻഡ് പോളിസീസ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, സോ ഇത്രയൊക്കെ തന്നെയാണ് ഇതിൽ പറയാനുള്ളത്. ഇനി കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്കത് ആൻസർ ചെയ്യാവുന്നതാണ്. നമ്മൾ പറഞ്ഞു എന്താണ് വർക്ക് ലൈഫ് ബാലൻസ് എന്നതിൻ്റെ ഡെഫിനിഷൻ ചോദിക്കാം, മോഡൽസ് ചോദിക്കാം, പിന്നെന്താണ് ചലഞ്ചസ്, അല്ലേ, കോൺസിക്വൻസസും ചലഞ്ചസും ഒക്കെ ചോദിക്കാം. ഡിഫറൻഷിയേറ്റ്, ഇക്വിറ്റിയും ഇക്വാലിറ്റിൻ്റെയും ഡിഫറൻസിയേഷൻ ഒരു എന്താണ് മസ്റ്റ് കമ്മിങ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ജസ്റ്റ് നോട്ട് ഇറ്റ് ദാറ്റ്. ദെൻ ഡിസ്കസ് ദ ലോസ് ആൻഡ് പോളിസീസ് പ്രൊമോട്ടിംഗ് ദ ഇക്വാലിറ്റി ആൻഡ് ഇക്വിറ്റി ഇൻ ഇന്ത്യ, ദെൻ സജസ്റ്റ് മെഷേഴ്സ് ടു പ്രൊമോട്ട് വർക്ക് ലൈഫ് ബാലൻസ്. നമുക്ക് നിങ്ങളുടെ ഭാഷയിൽ അത് എഴുതാൻ പറ്റുന്നതാണ് കേട്ടോ. സോ ആസ് എ കൺക്ലൂഷൻ വി ക്യാൻ സേ ദാറ്റ് വർക്ക് ലൈഫ് ബാലൻസ്, ഇക്വിറ്റി ആൻഡ് ഇക്വാലിറ്റി ആർ എസെൻഷ്യൽ ഫോർ ഇൻഡിവിജ്വൽ വെൽബീയിങ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ആൻഡ് promoting fair opportunities, supportive workplaces and healthy lifestyles helps create an inclusive society where every individual can achieve personal and professional success. So this is all about what? Our unit, our last block and the last unit of the paper, youth, gender and identity. So I hope these points are clear for you. ഇനി ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ടെക്സ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ എഴുതാൻ പറ്റുന്നതും കൂടിയാണ്. കാരണം എന്താണ്, ഇറ്റ്സ് വെരി സിമ്പിൾ, കോമൺ, അല്ലേ, കോമൺ പോയിന്റ് ഓഫ് ഡിസ്കഷൻ എന്ന് നമുക്ക് പറയാം. എപ്പോഴും നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ജെൻഡർ ഇക്വാലിറ്റി, അല്ലേ, വർക്ക് ഇക്വാലിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെന്താണ്, അതാണ് ഇക്വാലിറ്റി ഇക്വിറ്റിയിൽ വരുന്നത്. പിന്നെ വർക്ക് ലൈഫ് ബാലൻസ് ആസ് എ പേഴ്സൺ നമുക്കത്, അല്ലെ, അങ്ങനത്തെ ഒരാളാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ കൊണ്ടുപോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് തന്നെ അതിനെക്കുറിച്ച് പറയാൻ പറ്റും, അല്ലെങ്കിൽ എഴുതാൻ പറ്റും, അല്ലേ. സോ അത്രയൊക്കെ തന്നെയല്ലോ ഈ ഒരു യൂണിറ്റിൽ പറയാനുള്ളത്. സോ ഐ ഹോപ്പ് everything is clear. Okay, so we can conclude. Thank you.